കോൺഗ്രസിനോടൊപ്പം നിന്ന ഒരു മണ്ഡലം 50 വർഷക്കാലമായി വൻ ഭൂരിപക്ഷത്തോടെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിച്ചിരുന്നു. എന്നാൽ ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടന്ന യാത്രയിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. താൻ അവിടെ മത്സരിക്കാനില്ല എന്നും തൻ്റെ കർത്തവ്യം കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണെന്നും അവിടെ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്നതുമാണെന്നും പ്രിയങ്ക ഗാന്ധി എടുത്തു പറഞ്ഞു. സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു നീക്കത്തിനും താൻ ഇപ്പോഴില്ല എന്നും പ്രിയങ്ക പറഞ്ഞതോടുകൂടി ഇനി ആരാകും റായ്ബറേലിയിലെ സ്ഥാനാർത്ഥി എന്ന ഒരു ചോദ്യചിഹ്നം അവിടെ അവസാനിച്ചു. പക്ഷേ ആ അവസാനത്തിന് വീണ്ടും ഒരു തുടക്കമുണ്ടായിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള റായ്ബറേലിയിൽ സോണിയാഗാന്ധി തന്നെ മത്സരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സോണിയാഗാന്ധി ഇപ്പോൾ നിലവിൽ അസുഖവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിശ്രമത്തിലാണ്. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ഇപ്പോൾ വിശ്രമത്തിലാണ്. ആ വിശ്രമത്തിന് ശേഷം വീണ്ടും റായ്ബറേലിയിൽ മത്സരിക്കാൻ സോണിയാഗാന്ധി എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കോൺഗ്രസിനകത്ത് നിന്ന് കടന്നു വരുന്നുണ്ട്. വലിയ ഭൂരിപക്ഷത്തോടെ തന്നെയാണ് പല സന്ദർഭങ്ങളിലും സോണിയാഗാന്ധി അവിടെ വിജയിച്ചു കയറിയിട്ടുള്ളത്. അതായത് 50 വർഷക്കാലം കോൺഗ്രസിന്റെ തുറപ്പ് ചീട്ടായിട്ടുള്ള മണ്ഡലം. മറ്റൊന്ന് അമേഠിയാണ്. അമേഠിയിൽ ആര് മത്സരിക്കുമെന്നുള്ളതും നേരത്തെ തന്നെ ഒരു ചോദ്യചിഹ്നമായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി മത്സരിച്ച ഒരു മണ്ഡലമാണെങ്കിലും വീണ്ടും അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവസാനിച്ചിരുന്നു. കാരണം രാഹുലിന് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുലിന് അവിടെ ചെറിയ തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് രാഹുലിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ വരുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ അവസാനിക്കുന്നുണ്ടായിരുന്നു. അതായത് നേരത്തെ 2014 രാഹുലിന്റെ എതിരാളി സ്മൃതി ഇറാനി ആയിരുന്നു. സ്മൃതി ഇറാനി നല്ല ഒരു പോരാട്ടം അവിടെ കാഴ്ചവെച്ചിരുന്നു. വലിയ ഭൂരിപക്ഷത്തോടെയല്ല രാഹുൽ അവിടെ വിജയിച്ചതെന്നുമുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ ആ സമയം മോദി തരംഗത്തിലൂടെ കടന്നു വന്ന ഒരു മുന്നേറ്റമാണ് സ്മൃതി ഇറാനിക്ക് ലഭിച്ചതെന്ന ഒരു കാര്യവും അവിടെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും എന്നാൽ പോലും ഇപ്പോൾ മന്ത്രിയായതിനു ശേഷം കേന്ദ്രമന്ത്രിയായതിനു ശേഷം ഈ പരിസരങ്ങളിലൊക്കെ ഈ മണ്ഡലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ സ്മൃതി ഇറാനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും രാഹുലിനെതിരെ ഉയരുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് 2014 ഭൂരിപക്ഷം വളരെയധികം കുറഞ്ഞിരുന്നു. അതുകൊണ്ട് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്നാൽ പോലും അമേഠിയിൽ ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ BJP നടത്തുന്നതിനിടയിൽ കോൺഗ്രസും ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തുന്നുണ്ട്. ഒപ്പം അമേഠി പിടിക്കാൻ BJP ഒരുങ്ങുമ്പോൾ വാരണാസി പിടിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നുണ്ട്. മോദിയുടെ മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള പ്രകടനങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും നിലവിൽ ഉയർന്നു വരുന്നുണ്ട്. കർഷക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഭരണവിരുദ്ധ പ്രകടനങ്ങളും ഒക്കെ നിലവിൽ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഇതിൽ കയറി ഒരു വലിയ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വാരണാസിയിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സമ്മാനിക്കാൻ പറ്റുമെന്നുള്ളതും അവിടെ കാണിച്ച ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് വാരണാസി പിടിക്കാനും രംഗപ്രവേശനം കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റായ്ബറേലിയിലും ശക്തമായിട്ടുള്ള പ്രചരണം നിലവിൽ BJP നടത്തുന്നുണ്ട്. എന്തായാലും റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിക്കുമോ എന്നുള്ള തീരുമാനത്തിൽ ഇതുവരെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.